ഈ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന ഒരു വിജയം നൽകാൻ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത ഈ പാർട്ടി പ്രവർത്തകരുടെ നിരാശ ഉണ്ടാക്കിയിട്ടില്ല. ഒരിക്കലുമില്ല. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അല്പം സാവകാശം വേണ്ടി, അതിനൊരു നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് മിക്കവാറും തീരുമാനം. ഫ്ലെക്സ് വെച്ചിട്ടും അതേപോലെ തന്നെ പ്രകടനം നടത്തിയിട്ടും ഒക്കെ ഈ UDF പ്രവർത്തകർ ആരാ വെക്കണമെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ LDF വെക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമൊന്നും ഏൽറ്റിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും തെളിവല്ലേ? നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ, നടന്നില്ലല്ലോ. നിങ്ങൾ ചാനലുകാരെ കൂടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. നിങ്ങളല്ല, നിങ്ങളെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നടന്ന സംഭവം നിങ്ങൾ കണ്ട? അതൊക്കെ കോടതിയും പോലീസും അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ. നിങ്ങൾ കുറ്റവും ശിക്ഷയൊക്കെ കേരളത്തിൽ ചാനലുകാരങ്ങ് പ്രഖ്യാപിക്കുക. അതിനൊന്നും ഒരു വിലയും ജനം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ല. പാലക്കാട് ജയിച്ചപ്പോൾ എത്ര ഭൂരിപക്ഷം ഇസാക്കെ? 13,000-ലധികം ഭൂരിപക്ഷം. ഇവർ ഞെട്ടിപ്പോയി. ഞങ്ങൾക്കറിയായിരുന്നു 10,000-ലധികം ജയിക്കുമെന്ന്. ഈ ചാനലുകാരൊക്കെ ഉണ്ടാക്കുന്ന പ്രകമ്പനം കൊണ്ടൊന്നും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ എക്സിറ്റ് പോൾ നടത്തി. നിങ്ങളെന്ന് ഉദ്ദേശിച്ച ചാനലല്ല, ചെറുപ്പശ്ശേരിത്തെ ചാനലല്ല, കേരളത്തിലെ പൊതുവായ ചാനലുകൾക്കുള്ള കുഴപ്പം തരും. അതായത് കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തിറങ്ങും. സ്വാഭാവികമല്ലേ? അങ്ങനെ നിങ്ങൾ തമ്മിലുള്ളൊരു മത്സരം ഞങ്ങളുടെ തർക്കാക്കി നിങ്ങൾ മാറ്റണ്ട. ഏഷ്യാനെറ്റ് പറയും ഇത് അപ്പം പ്രഖ്യാപിക്കും, അപ്പോൾ പറയും മനോരമ പറയും നാളെ പ്രഖ്യാപിക്കും, അപ്പോൾ പറയും വേറൊരു ചാനൽ റിപ്പോർട്ടർ പറയും ഇത് ഇന്നും നാളെയും പ്രഖ്യാപിക്കില്ല, അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി ആദ്യം ഈ ചാനലുകാർ നിർത്തുക. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, UDF ഒരു ഘടനയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ UDF പ്രഖ്യാപിക്കാൻ കഴിയും. UDF ഘടകകക്ഷികൾ കോൺഗ്രസ് പാർട്ടി CPM പോലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എല്ലാം തിരുവനന്തപുരത്തല്ല. ഞങ്ങൾക്ക് അഖിലേന്ത്യാ പാർട്ടിയാണ്. ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മളെല്ലാ സ്റ്റേറ്റും ഭരിച്ചവരാ. സ്വാഭാവികമായിട്ട് അതിനൊരു പ്രോസസ്സുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇലക്ഷൻ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം AICC നിരീക്ഷകർ വന്നു. ഇവരൊന്നും ഡൽഹിയിലേക്കോ റിസോർട്ടിലേക്കോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. CPM പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഇവരെയൊക്കെ റിസോർട്ടിലാക്കേണ്ടി വരും. CPM ഞങ്ങളെ 1-2 പേരൊക്കെ റിസോർട്ടിലാക്കിയിട്ടുണ്ട് ചില സമയം. CPM ഒന്നാകെ കപ്പലിൽ കൊണ്ടുപോയി. ആര്? ത്രിപുരയിലും ബംഗാളിലും. അതൊക്കെ മറച്ചു വെച്ചാണ് ഇവർ ഈ പറയുന്നത്. നാണവും മാനവും ഇല്ലാണ്ട് എപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുക. അപ്പോൾ അവരായിരിക്കട്ടെ, കോൺഗ്രസിനൊരു പ്രൊസീജിയറുണ്ട്. അവർ വന്നു, ഈ 2 ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ AICC മുതിർന്ന നേതാക്കന്മാർ വന്നു, എല്ലാവരുമായിട്ട് ചോദിച്ചു. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ജയിച്ച MLA-മാരോട് അഭിപ്രായം ചോദിക്കാണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന CPM അല്ല കോൺഗ്രസും UDF. അതുകൊണ്ട് അത് കഴിഞ്ഞു അവർ AICC റിപ്പോർട്ട് ഇന്നലെ കൊടുത്തു. ഇന്ന് പ്രധാന നേതാക്കന്മാർ ആലോചിക്കും. ഇത് 4-5 ദിവസമല്ലേ ആയിട്ടുള്ളൂ, എന്തിനാ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? നമ്മളൊക്കെ കൂടുതൽ UDF പ്രവർത്തകരല്ലേ, അവരല്ലേ ഈ തെരുവിൽ കിടന്ന് യുദ്ധം നടത്തുന്നത്. ഫ്ലെക്സ് വെച്ചിട്ടും തെരുവിലുമില്ല. അത് നിങ്ങളുണ്ടാക്കുന്ന യുദ്ധമാണ്. ഇനി ഒരാളെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലക്സ് വെച്ചത് യുദ്ധമാകുന്ന എങ്ങനെ? നിങ്ങൾ പറയാം ഇതോ ഫ്ലക്സ് യുദ്ധം. ഇതൊക്കെ കണ്ട് ഞെട്ടി ബോധം കെട്ട് വീഴാനൊന്നും കോൺഗ്രസ്സുകാരെ കിട്ടില്ല. ഒരു പേടിയും പേടിക്കണ്ട. ഈ ഒറ്റപ്പാലത്ത് 4 മണിക്കൂറിനകം കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. വിത്തിൻ 24 hours കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരിക്കും. അല്ല, അതിൽ 3 പേർക്ക് ആരുമാണെങ്കിൽ ആവാൻ. ഇപ്പോൾ 3 പേരാണ് ഞങ്ങളെ ചർച്ചയിലുള്ളത്. ഇനി 3 അല്ല, 4ാമതൊരാൾ AICC തീരുമാനിച്ചാൽ ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.